അടുത്തത് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണമാണ്. ഇവിടെ മുഖ്യ പ്രഭാഷണം ചെയ്യുന്നതിനായി ലാലി ടീച്ചറാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലാലി ടീച്ചർ ബാലാജി സാറിൻ്റെ ശിഷ്യയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. 10 വർഷമായിട്ട് ഗുരുവിൻ്റെ കൃതികളും ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളും ലാലി ടീച്ചർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. കൂടാതെ ലാലി ടീച്ചർ SNDP അവിടെ ടീച്ചറായിട്ട് ചൊവ്വാഴ്ചകൾ ക്ലാസ്സുകളുണ്ട് അല്ലേ ടീച്ചറിന്? ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി പ്രഭാഷണങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ്. ടീച്ചറിനെ ഞാൻ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി സരശ്ചന്ദ്രമരീചികേ. സോറി. അണകവിയും നഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ നമ്മുടെ ദൈവമല്ലോ. നാരായണ ഗുരുനായകൻ നമ്മുടെ ദൈവമല്ലോ. അഖണ്ഡ സച്ചിദാനന്ദമൂർത്തിയും അഹേതുക ദയാസിന്ധുവുമായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ അനന്തകോടി പ്രണാമം അർപ്പിക്കുന്നു. ഗുരുവിലേക്കുള്ള വഴിയും വഴികാട്ടിയുമായി പ്രവർത്തിക്കുന്ന ആചാര്യപാദങ്ങളിൽ നിറഞ്ഞ വന്ദനം. സേവനം UK സാരഥികളായ ബഹുമാന്യരായ ചെയർമാൻ ശ്രീ ബൈജു പാലക്കൽ, കൺവീനർ ശ്രീ സജീഷ് ദാമോദരൻ അവർകൾ, വൈസ് ചെയർമാൻ ശ്രീ അനിൽ ശശിധരൻ അവർകൾ, ജോയിന്റ് കൺവീനർ ശ്രീ സതീഷ് കുമാർ അവർകൾ, ട്രഷറർ അനിൽ രാഘവൻ അവർകൾ, കുടുംബ യൂണിറ്റ് കൺവീനർ ഗണേഷ് ശിവൻ, വിമൻസ് കൺവീനർ ശ്രീമതി കലാ ജയൻ, ഡയറക്ടർ ബോർഡ് മെമ്പർ ഡോക്ടർ ബിജു അവർകൾ, IT കൺവീനർ ശ്രീ മധു രവീന്ദ്രൻ അവർകൾ, ഡയറക്ടർ ബോർഡ് മെമ്പർ ശ്രീ അനീഷ് കുമാർ അവർകൾ, എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ പ്രകാശ് വാസു, അതുപോലെ ഈ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് അവതരിപ്പിച്ച പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഈ യോഗത്തില്
ദീപാർപ്പണം ആലപിച്ച ശ്രീ സദാനന്ദൻ ദിവാകരൻ അവർകൾ, ഗുരുഷഡ്കം ആലപിച്ച കുമാരി ശ്രീനന്ദ സൂര്യലാൽ, ദേവദശകം ചൊല്ലിയ മാസ്റ്റർ ആദിദേവ്, മാസ്റ്റർ ആദിനാഥ്, വിനായകാഷ്ടകം ആലപിച്ച കുമാരി അമോലിക, കുമാരി രൂപിക, ശിവപ്രസാദ പഞ്ചകം ആലപിച്ച കുമാരി അമയ വിനീത്, മാസ്റ്റർ ആര്യനാഥ് വിനീത്, അതുപോലെ ഇന്നത്തെ ഈ സത്സംഗത്തിന് സ്വാഗതം അരുളിയ ശ്രീമതി കലാ ജയൻ, സേവനം UK വനിതാ കൺവീനർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതുപോലെ ഇനി പരിപാടികൾ അവതരിപ്പിക്കാനിരിക്കുന്ന കൊച്ചുകുട്ടികളുണ്ട്, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മസഹോദരങ്ങൾക്കും നിറഞ്ഞ പ്രണാമം. നമ്മുടെ ഇന്നത്തെ സത്സംഗ വിഷയം എന്നത് ശിവപ്രസാദ പഞ്ചകമാണ്. ഇപ്പോൾ ഇവിടെ സേവനം UK ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും ചതയത്തിന് ഓരോരോ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് സത്സംഗങ്ങൾ നടത്തി വരികയാണെന്ന് അറിയാൻ ഇടയായി. തീർച്ചയായിട്ടും ഒരു വലിയ മഹത്തരമായ കാര്യമാണ് ഈ അന്യദേശത്തിരുന്നു കൊണ്ട് അവിടുത്തെ ജോലി തിരക്കുകൾക്കിടയിൽ ചെയ്യുന്നത് എന്നുള്ളത്. തികച്ചും ശ്രീനാരായണ മഹാമുനിയുടെ അനുഗ്രഹം തന്നെയാണ്. എന്താണ് സത്സംഗം? നമ്മൾ എല്ലാ മാസവും ചതയത്തിന് സത്സംഗം നടത്തും. എന്താണ് സത്സംഗം? സത്തുക്കളുടെ സംഗമമാണ് സത്സംഗം. സത്തുക്കളുടെ സംഗമമാണ് സത്സംഗം. ആരാണ് സത്തുക്കൾ? സത്വബുദ്ധിയുള്ളവരെയാണ് നമ്മൾ സത്തുക്കൾ എന്ന് പറയാം. അതായത് നന്മ മരങ്ങൾ എന്ന് നമുക്ക് പറയാം. സത്വബുദ്ധികൾ ഉള്ളവരാണ് സത്തുക്കൾ. ഇങ്ങനെയുള്ള സത്വബുദ്ധികളായ സജ്ജനങ്ങളുടെ സംഗമമാണ് സത്സംഗം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സത്സംഗത്തില് എന്താണ് ചെയ്യുന്നത്? അവരന്റെ സുഖത്തെയും കൂടി അവരന്റെ നന്മയും കൂടി ആഗ്രഹിച്ചുകൊണ്ട് അവരനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൂടി ഈ ഗുരുപാദങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമാണ് സത്സംഗത്തിലൂടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാഗുരു നമുക്ക് ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്, അവനവന് സുഖത്തിനായി ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം, ഇല്ലേ? അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരനും കൂടി സുഖത്തിനായി വരണം. അതാണ് സജ്ജനങ്ങളുടെ പ്രത്യേകത. മറ്റുള്ളവരെ കൂടി നന്മയ്ക്ക് വേണ്ടി ചേർത്ത് പിടിച്ച് തന്നോടൊപ്പം നിർത്തി അവരെയും കൂടി ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രത്യേകത അത് സജ്ജനങ്ങൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സേവനം UK എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീനാരായണ ഗുരുവാകുന്ന ആ 10,000 ആതിഥേയർ ഒരുമിച്ച് ഉദിച്ചുയർന്നതുപോലെയുള്ള പ്രഭ ചൊരിയുന്ന ആ ജ്ഞാനസൂര്യന്റെ വെളിച്ചത്തിൽ സൂര്യശോഭയോടുകൂടി പ്രശോഭിക്കുന്ന UK സേവനം സാരഥികളുടെ ഓരോ വ്യക്തിത്വങ്ങളും മഹാഗുരുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ എല്ലാ മാസങ്ങളിലും വളരെ കൃത്യമായിട്ട് നടത്താനും, അതുപോലെ വളരെ കൊച്ചു കുട്ടികളാണ് ആലാപനവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്, അല്ലേ? ഗുരുദേവ കൃതികൾ എത്ര കൃത്യമായിട്ടാണ് ആ കുഞ്ഞുങ്ങൾ ആലപിക്കുന്നത്. തീർച്ചയായിട്ടും കൊച്ചു കുട്ടികളെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഗുരുവിന്റെ ആ പന്ഥാവിലേക്ക്, ഗുരുദേവന്റെ ആ പാദങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന വിജയം എന്ന് പറയും. നാളെയുടെ തലമുറകളാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പൊ അവരിലേക്ക് ഗുരു ആരെന്നറിയാനും ഗുരുഭക്തി വളർത്തുവാനും അവരെ ആ ഗുരുവിന്റെ കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതം ഭാസുരമാക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നത് തികച്ചും ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. അതിന് മഹാഗുരു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനിയും വേണ്ടുവോളം മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമുക്കറിയാം, ഇന്ത്യയുടെ വെളിയില് മഹാഗുരുവിന്റെ ആ ശിവഗിരിയുടെ ഒരു ശാഖ, മഹാഗുരുവാണ് ശിവഗിരി എന്ന് നാമകരണം ചെയ്തത്. മഹാഗുരുവിന്റെ ആസ്ഥാനത്തെ ശിവഗിരി എന്ന് നാമകരണം ചെയ്തത് മഹാഗുരു തന്നെയാണ്. ആ ശിവഗിരിയുടെ ഒരു ബ്രാഞ്ച്
ഇന്ത്യക്ക് വെളിയിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മഹാഗുരുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞതുകൊണ്ടാണ്. നിങ്ങളിൽ ഓരോരുത്തരിലും മഹാഗുരുവിന്റെ അനുഗ്രഹം നിറഞ്ഞു വഴിഞ്ഞൊഴുകുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കുന്നത്. ആ ശ്രമത്തിൽ തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും മഹാഗുരു ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അപ്പൊ ഞാനിവിടെ സത്സംഗം എന്താണ്? സത്തുക്കളുടെ സംഗമമാണെന്ന് പറഞ്ഞു ഇല്ലേ? ഇനി എന്താണ് ഈ സത്സംഗം കൊണ്ടുള്ള പ്രയോജനം? എന്താണ് സത്സംഗം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്താണ് പ്രയോജനം? ശങ്കരാചാര്യ സ്വാമികള് ഭജഗോവിന്ദം എന്ന കൃതിയിൽ പറയുന്നുണ്ട്, സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചല തത്വം, നിശ്ചല തത്വേ ജീവൻ മുക്തി. അതായത് സത്സംഗത്തെ നിസ്സംഗത്വം, സത്സംഗം കൊണ്ട് നമുക്ക് എന്താണ്? നമ്മുടെ മമതാ ചിന്തകളെല്ലാം വെടിയുന്നു. എന്റേത് എന്നുള്ള ആ ചിന്ത നമുക്ക് വെടിയാനായിട്ട് സാധിക്കുന്നു. നമുക്ക് എല്ലാവർക്കുമുള്ള ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് എന്താണ്? മമത ചിന്തയാണ്. എന്റേത് എനിക്ക്, ആ ചിന്തയാണ് ഇല്ലേ? എന്റെ കുട്ടികൾ, എന്റെ വീട്, എന്റെ മക്കൾ, എന്റെ ഭാര്യ, എന്റെ സമ്പത്ത്, ഇതിനു വേണ്ടിയാണ് നാം അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്, പെടാപ്പാട് പെടുന്നത് ഇതിനു വേണ്ടിയാണ് ഇല്ലേ? ആ എന്റേതുകളെ വലുതാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്സംഗം കൊണ്ട് എന്താണ്? നിസ്സംഗത്വം ഉണ്ടാകുന്നു. ആ എന്റേത് എന്നുള്ള ചിന്ത നമുക്ക് വെടിയാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ആ കാഴ്ചപ്പാട് വലുതാകുന്നു. അതാണ് സത്സംഗത്തിന്റെ ഒരു പ്രയോജനം. ഇനി അങ്ങനെ എന്റേതുകൾ എന്നുള്ളതിൽ നിന്ന് നമുക്ക് നേടാൻ, എന്റേതുകളെ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട്, അതിൽ സംഘം കുറയാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പടി എന്താണ്? സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്വം. നമ്മളെല്ലാവരും സുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും കുതിക്കുന്നത് അല്ലെ? സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോ പ്രവൃത്തിയിലും ഏർപ്പെടുന്നത്, സുഖത്തിന് വേണ്ടിയാണ്. ആ സുഖം പക്ഷെ ക്ഷണികമായ പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്നുള്ള സുഖമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ പ്രാപഞ്ചിക വിഷയങ്ങളിൽ, ഈ ലോക വ്യവഹാരങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്ന ഓരോ കർമ്മങ്ങളിൽ നിന്നും കിട്ടുന്ന നൈമിഷികമായ സുഖത്തെ തേടിയാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും. അപ്പോ ഈ മമതാബന്ധം നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ, ആ മമതാബോധം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിഷയങ്ങളിലേക്ക് വ്യാപരിച്ച് കൂടുതൽ മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ അതിന് വിരാഗം എന്ന് പറയും. രാഗമില്ലായ്മ. അതായത് കൂടുതൽ വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകാതെ, നമ്മൾ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അധികം പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മളിലെ രാഗമില്ലായ്മ വളർന്നു വരും. അതിനാണ് വിരാഗം എന്ന് പറയുന്നത്. ഇനി നിർമോഹത്തെ നിശ്ചല തത്വം. അങ്ങനെ രാഗമില്ലായ്മ ഉണ്ടായാൽ, അതായത് ഈ ഇന്ദ്രിയ വ്യവഹാരങ്ങളിൽ നമുക്ക് താല്പര്യമില്ലെന്ന് വന്നാൽ, വിഷയസുഖങ്ങളിൽ താല്പര്യമില്ലാതെ വന്നാൽ എന്തായി? നമ്മുടെ മനസ്സ് ശുദ്ധമായി, നമ്മുടെ ചിത്തം ശുദ്ധമായി. നമ്മുടെ ഉള്ളില് ഉള്ള വികാരങ്ങൾ എന്താണ്? കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം തുടങ്ങിയ ഷഡ്വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മനസ്സ്. അപ്പോ ഇങ്ങനെ ഈ വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വ്യാപരിക്കാതിരുന്നാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ഷഡ്വികാരങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നു. നമുക്ക് ആന്തരിക ശുദ്ധി ഉണ്ടാകുന്നു. അങ്ങനെ ആന്തരിക ശുദ്ധി ഉണ്ടായാൽ എന്താണ് ഫലം? നിശ്ചല തത്വേ ജീവൻ മുക്തി. എന്താണ്? നമ്മുടെ മനസ്സ് ശുദ്ധമായാൽ, അവിടെ ശുദ്ധമായ മനസ്സ് എന്ന് പറയുന്നത് ഈശ്വരന്റെ വാസസ്ഥാനമാണ്. ഈശ്വരൻ എവിടെയാണ് വസിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലാണ്. ഈശ്വരൻ ഹൃദയമാകുന്ന ശ്രീകോവിലാണ് വസിക്കുന്നത്. ആ ഈശ്വരൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ മാനസിക മലങ്ങൾ മൂലം അത് മറഞ്ഞിരിക്കുകയായിരുന്നു. നമുക്ക് കാണാനായിട്ട്, തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജനനി നവരത്ന മഞ്ജരിയില് മഹാഗുരു പറയുന്നുണ്ടല്ലോ, ജനനി കീലാലവായുവനല കോലാഹലം ഭുവനം ആലാപമാത്രം അഖിലം കാലാദിയായ മൃദുനൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതിമെയ് മേലാകെ മൂടും അതിനാൽ ആഴുമുള്ളത് അറിവീല ആഗമാന്ത നിലയെ. അമ്മേ, എൻ്റെ ഉള്ളിൽ അമ്മയുണ്ട്, പക്ഷേ എനിക്കത് അറിയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണ്? അമ്മ ഒരു ലീലാപടം ധരിച്ചിരിക്കുകയാണ്.
ആ ലീലാപടം എന്താണ്? കാലവും ദേശവുമാകുന്ന ആ ലീലാപടം അമ്മ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഉള്ളിലുള്ള അമ്മയെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ ഉള്ളിലെ വാസനകൾ മൂലം ആ ഈശ്വര തത്വം മൂടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഉള്ള് ശുദ്ധമാകുമ്പോൾ, നമ്മുടെ ചിത്തം ശുദ്ധമാകുമ്പോൾ എന്താണ്? ഈശ്വരനെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ദർശിക്കുന്നതാണല്ലോ ജീവൻ മുക്തി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സത്സംഗം കൊണ്ടുള്ള പ്രയോജനം. സത്സംഗം കൊണ്ട് നമുക്ക് മുക്തിപഥത്തിലെത്താം. എല്ലാവരും ആഗ്രഹിക്കുന്നത്, എല്ലാ ജീവന്റെയും അന്തിമമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മുക്തിയാണ്, അല്ലെങ്കിൽ മോക്ഷമാണ്, അല്ലെ? പുരുഷാർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിന് ചതുർ പുരുഷാർത്ഥങ്ങളാണ്. ഏതൊക്കെയാണ് ചതുർ പുരുഷാർത്ഥങ്ങൾ? ധർമ്മം, അർത്ഥം, കാമം, മോഹം. ഈ ചതുർ പുരുഷാർത്ഥങ്ങളാണ് ജീവന്റെ ലക്ഷ്യം. ഇത് ഓരോന്നും പടിപടിയായി ക്രമാനുഗതമായി കടന്ന് നമ്മൾ എവിടെ എത്തുന്നു? മോക്ഷപദം. അവസാനത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷപദമാണ്. ഈശ്വരനിലേക്ക് ചേരുക, ഈശ്വര സായുജ്യം നേടുക, അല്ലെങ്കിൽ ഈശ്വരനും ഭക്തനും ഭഗവാനും ഒന്നാകുന്ന ആ അവസ്ഥയിലേക്ക് എത്തുക. ഭക്തനും ഭഗവാനും ഒന്നാകുന്ന അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതാണ് എല്ലാ ജീവന്റെയും ലക്ഷ്യം. അതിന് നമ്മൾ കടക്കേണ്ടുന്ന പടികളാണ് ധർമ്മം, അർത്ഥം, കാമം ഇവയൊക്കെ. ധർമ്മം എന്ന് പറഞ്ഞാല് നമ്മളൊരു ലക്ഷ്യം നേടുന്നതിനായിട്ട് നമ്മൾ ക്രമമായ ഒരു ചര്യ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞ, ഒരു കുട്ടിയുടെ ധർമ്മം എന്ന് പറയുന്നത്, പഠിക്കുന്ന ഒരു കുട്ടിയുടെ ധർമ്മം എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവന് കൃത്യമായ ഒരു ചര്യ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ ലക്ഷ്യം നേടാനായിട്ട് സാധിക്കുള്ളൂ. അതിന് സ്വീകരിക്കേണ്ട ആ ജീവിതചര്യയാണ് ധർമ്മം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം സമ്പാദിക്കുക. ജീവിക്കാൻ ധനം ആവശ്യമാണ്, ഇല്ലേ? അടുത്തത് കാമം. നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച്, ആഗ്രഹങ്ങൾ നേടിക്കഴിഞ്ഞിട്ട് ആ ആഗ്രഹങ്ങളിൽ നിന്ന് വിമുക്തി വരുമ്പോൾ, വിരാഗം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മോക്ഷപദത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ആ മോക്ഷപദമാണ് എല്ലാ ജീവന്റെയും ലക്ഷ്യം. ഇവിടെ നമ്മുടെ വിഷയം ശിവപ്രസാദ പഞ്ചകമാണ്. ഇതിലെ ഭക്തന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ശിവപ്രസാദ പഞ്ചകത്തിലെ 5 ശ്ലോകങ്ങളാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇതൊരു സ്തോത്ര കൃതിയാണ്. ഇതിലെ ഭക്തന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ മുക്തിപ്പഴം എനിക്ക് ഭഗവാനെ തരേണമേ എന്നുള്ളതാണ്. മുക്തിപ്പഴം എന്ന് പറഞ്ഞാൽ മോക്ഷം. ആ മുക്തിയാകുന്ന പഴം, ആ മോക്ഷം, അതാണ് എൻ്റെ അന്തിമ ലക്ഷ്യം. അതെനിക്ക് തരാൻ നിന്റെ പ്രസാദം ഉണ്ടാകണമേ എന്നാണ് ഭക്തന്റെ ഇവിടുത്തെ അവസാനത്തെ പദ്യത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു സ്തോത്ര കൃതിയാണ് ഈ ശിവപ്രസാദ പഞ്ചകം. ഇനി ഗുരുകൃതികളിലേക്ക് നമ്മൾ കടന്നാല്, ഗുരുകൃതികൾ എന്താണ്? ഗുരുവിന്റെ ഓട്ടോബയോഗ്രഫിയാണ്, ഗുരുവിന്റെ ആത്മകഥയാണ് ഗുരുകൃതി എന്ന് പറയുന്നത്. അതായത് ഗുരുവിനെ നേരാവണ്ണം ശരിയായ രീതിയിൽ അതിന്റെ ശുദ്ധമായ അവസ്ഥയിൽ നമുക്ക് പഠിക്കണമെങ്കിൽ അതിന് നമ്മൾ ആശ്രയിക്കേണ്ടത് ഗുരുകൃതികളാണ്. ഏതാണ്ട് 64ഓളം ഗുരുകൃതികളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ ഗുരുകൃതികൾ തന്നെ പല വിഭാഗത്തിലുണ്ട്. സ്തോത്രകൃതികളുണ്ട്, അതുപോലെ തന്നെ പ്രബോധനാത്മക കൃതികളുണ്ട്. സ്തോത്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു മൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് രചിച്ചിരിക്കുന്ന കൃതിയാണ് സ്തോത്രകൃതി. ഇനി പ്രബോധനാത്മക കൃതികൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആശയം, ഒരു വിഷയം നമ്മളുടെ മേധയിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് പ്രബോധനാത്മക കൃതി. അതിന് ഉദാഹരണം പറഞ്ഞാല് അനുകമ്പാദശകം, അനുകമ്പയാണ് അതിലെ പ്രതിപാദ്യം. അതുപോലെ ജീവകാരുണ്യ പഞ്ചകം, ഇതൊക്കെ പ്രബോധനാത്മക കൃതികളാണ്. പിന്നെ മറ്റൊരു വിഭാഗമാണ് ദാർശനിക കൃതികൾ. ദാർശനികമായ തലത്തില് ആ ഗുരുവിന്റെ ആ ദർശനത്തെ വെളിപ്പെടുത്തി തരുന്ന കൃതികളാണ്. അവയിൽ വരുന്നതാണ് ദർശനമാലയും ആത്മോപദേശതകവും ഒക്കെ. പിന്നെ മറ്റൊന്ന് ഗദ്യകൃതികളാണ്, ഗദ്യരൂപത്തിലുള്ള കൃതികൾ, ഗദ്യപ്രാർത്ഥന, ദൈവചിന്തനം, ഇതൊക്കെയാണ്. പിന്നെ മറ്റത് തർജിമകൾ, ഈശാവാസി ഉപനിഷത്ത്, അതുപോലെ തിരുക്കുറൽ, ഏതാനും ഭാഗങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഗുരുവിന്റെ കൃതികളെ നമ്മൾ തരംതിരിക്കുന്നത്. ഇതില്
സ്തോത്രകൃതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്തോത്രകൃതികളിലാണ് ഭഗവാൻ ഭക്തിരസം നിറച്ചു വെച്ചിരിക്കുന്ന കൃതിയാണ് സ്തോത്രകൃതി. ഇനി നമുക്കറിയാം, ഇപ്പൊ കുട്ടികൾ തന്നെ ഇവിടെ ശിവപ്രസാദ പഞ്ചകം ചൊല്ലി, ഇനി അതുപോലെ തന്നെ മറ്റു പല കൃതികളും ചൊല്ലാനിരിക്കുന്ന ഓരോരോ ദേവീ ദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടാണ് സ്തോത്രകൃതികൾ രചിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഗുരു, നമുക്കറിയാം ഗുരുവിന്റെ ദർശനം എന്താണ്? അദ്വൈതമാണ്. രണ്ടില്ല, ദ്വൈതമില്ല. അതാണ് ഗുരുവിന്റെ ദർശനം. അങ്ങനെയെങ്കിൽ എന്താണ് ഗുരു ഇങ്ങനെ പല ദേവന്മാരെ പറ്റി കൃതികൾ പ്രാർത്ഥനയ്ക്കായിട്ട് രചിച്ചിരിക്കുന്നത്? അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഗുരു പല സ്തോത്ര കൃതികളിലും പല ദേവന്മാരെ സ്തുതിക്കുന്നതായിട്ടാണ് കൃതികൾ രചിച്ചിരിക്കുന്നതെങ്കിലും ഇതിനെയെല്ലാം ബ്രഹ്മപ്രതീകമായിട്ടാണ് അവിടെ ഗുരു കാണുന്നത്. ബ്രഹ്മത്തെ മാത്രമാണ്. ആ ബ്രഹ്മത്തെ ഓരോരോ ദേവന്മാരായിട്ട് പ്രതീകവൽക്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ശിവപ്രസാദ പഞ്ചകത്തില് അല്ലെങ്കിൽ ശിവകൃതികളിലെല്ലാം ബ്രഹ്മത്തെ ശിവനായിട്ട് പ്രതീകവൽക്കരിക്കുകയാണ്. ജനനി നവരത്ന മഞ്ജരിയില് ബ്രഹ്മത്തെ ദേവിയായിട്ടാണ് പ്രതീകവൽക്കരിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ വിനായകാഷ്ടകം ചൊല്ലി, വിനായകാഷ്ടകത്തില് ബ്രഹ്മത്തെ വിനായകനായിട്ട് സ്തുതിക്കുകയാണ്. സുബ്രഹ്മണ്യ കീർത്തനത്തില് ബ്രഹ്മത്തെ സുബ്രഹ്മണ്യനായിട്ട് സ്തുതിക്കുകയാണ്. ഇപ്രകാരം ഗുരുവിന്റെ ഓരോരോ കൃതികൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ഗുരു അദ്വൈതത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടാണ് നമ്മളിലേക്ക് ദാർശനികമായ തലത്തിലെല്ലാം അവതരിപ്പിക്കുന്നതെങ്കിൽ പോലും സ്തോത്രകൃതി എന്ന് പറയുമ്പോൾ അതിലെ സ്തുതിയാണ്. അതാത് ദേവന്മാരെ സ്തുതിച്ച് പ്രസാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാകുമ്പോൾ അതില് ആ ദേവന്മാരെ സ്തുതിക്കുന്ന ഭക്തിരസങ്ങൾ നിറഞ്ഞതായ വാക്കുകള്, പദാവലികൾ, നാമാവലികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗുരുകൃതികൾ രചിച്ചിരിക്കുന്നത്. ശിവസ്തോത്രങ്ങൾ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഏതാണ്ട് 14 ശിവസ്തോത്രങ്ങൾ ഗുരു രചിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 12 മലയാളത്തിലുള്ളതും 1 സംസ്കൃതത്തിലും 1 തമിഴിലുമാണ്. ഈ മലയാളത്തിൽ രചിച്ച ഈ 12 വരുന്ന ഒരു ചെറിയ ശിവസ്തോത്ര കൃതിയാണ് ശിവപ്രസാദ പഞ്ചകം എന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തിനാണ്. ഭഗവാൻ ഇവിടെ ബ്രഹ്മത്തെ ശിവനായിട്ട് പ്രതീകവൽക്കരിച്ചിരിക്കുകയാണ്. ബ്രഹ്മത്തെ ശിവമൂർത്തിയായിട്ട് പ്രതീകവൽക്കരിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ശിവനെ സ്തുതിച്ചുകൊണ്ട് ശിവനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി 5 ശ്ലോകങ്ങളിലൂടെ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ, എന്നോട് ഇതൊരു ക്ലാസ് ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആ രീതിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഒന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്ന, ഇവിടെ ഒരു കുട്ടി ഇപ്പൊ ശിവപ്രസാദ പഞ്ചകം ചൊല്ലുകയുണ്ടായി. നല്ല മനോഹരമായിട്ട് ചൊല്ലിയ കുട്ടികള്. ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവാം കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടും അരും പൊരുളേ. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭവനാടകമാടും അരും പൊരുളേ എന്നാണ് ശിവനെ വിളിച്ചിരിക്കുന്നത്. ആദ്യം കുറെ നാമാവലികളിലൂടെ ശിവനെ ഇവിടെ വിളിക്കുന്നുണ്ട് അല്ലെ. എന്താണ്? ശിവ, ശങ്കര, സർവ, ശരണ്യ എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. വിഭു, ശിവ. ശിവ എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗള സ്വരൂപമായിട്ടുള്ളവൻ, അതായത് നന്മ സ്വരൂപമായിട്ടുള്ളവനാണ് ശിവൻ. ശിവ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മംഗള സ്വരൂപൻ എന്നാണ്. നന്മയാണ് ശിവന്റെ സ്വരൂപം എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോയാലോ? ശങ്കര, ശങ്കരൻ. ശം കരോതി ഇതി ശങ്കരൻ. ശം എന്ന് പറഞ്ഞാൽ സുഖം, സുഖത്തെ പ്രദാനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ നന്മയെ പ്രദാനം ചെയ്യുന്നവനാണ് ശങ്കരൻ. ശം കരോതി ഇതി ശങ്കര. നന്മയെ അല്ലെങ്കിൽ സുഖത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ശങ്കരൻ. ഇനി ശർവ.
ശർവ എന്ന് പറഞ്ഞാല് നശിപ്പിക്കുന്നവനാണ് ആ വാക്കിന്റെ അർത്ഥം. എല്ലാറ്റിനെയും സംഹരിക്കുന്നവനെ. നമ്മൾ ശിവഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ്? ശിവൻ സംഹാരമൂർത്തി എന്നാണ്, അല്ലെ? ഇപ്പൊ ഇവിടെ ശർവ എന്ന പദത്തിന്റെ അർത്ഥം സംഹരിക്കുന്നവനെ എന്നാണ്. സംഹാരം നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നതല്ല, അല്ലെ? നാശം ഇഷ്ടപ്പെടുന്നതല്ല. പക്ഷേ ജീവിതത്തെ പുതുമയുള്ളതാക്കി നിർത്താൻ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ എന്നെന്നും പുതുമയോടുകൂടി നിലനിർത്തണമെങ്കിൽ പഴയതിന്റെ നാശവും പുതിയതിന്റെ ജനനവും ഉണ്ടായേ തീരൂ. അപ്പൊ നമ്മുടെ ശരീരത്തിലും അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ, അല്ലേ? നമ്മുടെ ശരീരത്തിൽ അനുനിമിഷം നമ്മുടെ കോശങ്ങൾ നശിക്കുകയും പുതിയത് ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തില് അനുനിമിഷവും പഴയവ നശിക്കുകയും പുതിയവ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കോഴിമുട്ടയുടെ കാര്യം എടുത്താൽ നമുക്കറിയാം, കോഴിമുട്ട പൊട്ടിയെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് പുറത്തു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് കോഴിമുട്ടയുടെ നാശമാണ് കുഞ്ഞിന്റെ ജനനം. അപ്പൊ കോഴിമുട്ടയുടെ വശത്തു നിന്ന് നോക്കുമ്പോൾ അത് നാശമാണ്. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ്? ഒരു പുതിയതിന്റെ ജന്മത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയാണ് ശിവൻ നാശകാരകനാകുന്നത്. അല്ലാതെ ഒരിക്കലും എല്ലാത്തുവിനെ സംഹരിക്കുന്നവൻ അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല ശിവഭഗവാൻ ശർവനായത്. അതായത് പുതുമയോടെ നിലനിർത്തണമെങ്കിൽ പഴയവയുടെ തിരോധാനവും പുതിയവയുടെ ആവിർഭാവവും ഉണ്ടാകണം, അല്ലെങ്കിൽ പഴയതിന്റെ നാശവും പുതിയതിന്റെ ജനനവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ എപ്പോഴും ഈ പ്രപഞ്ചത്തെ പുതുമയുള്ളതാക്കി നിർത്തുന്നവനാണ് ആര്? ശർവൻ എന്ന് വിളിക്കുന്നത് ശിവഭഗവാൻ. അടുത്തത് ശരണ്യനാണ്. ശരണ്യൻ എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എല്ലാവർക്കും ശരണം കൊടുക്കുന്നവൻ, എല്ലാവർക്കും അഭയം കൊടുക്കുന്നവനാണ് ശിവഭഗവാൻ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അഭയം കൊടുക്കുന്നവൻ, അതായത് എല്ലാവരെയും രക്ഷിക്കുന്നവൻ. അഭയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ രക്ഷ നേടി ചെല്ലുക, രക്ഷ അന്വേഷിച്ച് ചെല്ലുകയാണ്, അല്ലെ? അപ്പോൾ ശിവഭഗവാൻ എല്ലാവർക്കും ആശ്രയമായിരിക്കുന്നവനാണ്, ആ അഭയം കൊടുക്കുന്നവനാണ്. അതാണ് ശരണ്യത എന്ന് പറയുന്നത്. വിഭോ എന്നാണ് അടുത്ത വാക്ക്. വിഭോ എന്ന് പറഞ്ഞാല് വിഭുത്വമാണ്, സർവവ്യാപകത്വം. അതായത് ദൈവദശകത്തിൽ നമ്മള് ഈശ്വരനെ പറ്റി ദൈവദശകത്തിൽ നമ്മൾ ചൊല്ലുന്ന എന്താ? അകവും പുറവും നിറഞ്ഞ മഹിമാവാർന്ന നിൻപദം, അല്ലെ? അതായത് ഈശ്വരൻ എല്ലായിടവും എല്ലാ വസ്തുക്കളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹിമാവാണ്. അതാണ് വിഭുത്വം. അതാണ് ശിവഭഗവാനെ ഇവിടെ വിളിച്ചിരിക്കുന്നത് വിഭോ എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ശിവഭഗവാൻ ബ്രഹ്മപ്രതീകമാണെന്ന് നമ്മൾ മറക്കരുത്. ആ ബ്രഹ്മം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്, അതില്ലാത്ത ഒരു സ്ഥലവുമില്ല. അതുകൊണ്ട് അവിടുന്ന് വിഭുവാണ്. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയും, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ ചരിക്ക മുക്തനായി ആശിക്കരുതാരുടെയും ധനം. നമ്മുടെ ആദ്യത്തെ ലൈൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു. ഈശൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ബ്രഹ്മമില്ലാത്ത, ഈശ്വരനില്ലാത്ത ഒരു സ്ഥലവുമില്ല. ഈശ്വരൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു. ഈശ്വരൻ സർവവ്യാപിയാണ്. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്തേന തെക്തേന പുഞ്ചിത മാകൃത കസ്യ സിദ്ധനം എന്ന് അതിന്റെ മൂലത്തിൽ പറയും. ഈശൻ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ഉള്ളിലും സകല ചരാചരങ്ങളുടെ ഉള്ളിലും വായു പോലെ, ആകാശം പോലെ ഈശ്വരൻ സർവവ്യാപിയാണ്. അതില്ലാത്ത ഒരു സ്ഥലവുമില്ല. അങ്ങനെ ഈശ്വരന്റെ വിഭുത്വം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അത് തിരിച്ചറിയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ചിന്തകളും വാക്കും പ്രവൃത്തിയും ഒക്കെ വളരെ നന്നാകും. കാരണം എന്താണ്? പലപ്പോഴും ഓരോരുത്തരും ഓരോ അധാർമിക പ്രവൃത്തികളും, അല്ലെങ്കിൽ ഓരോ കുറ്റകൃത്യങ്ങളും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും, ഹിതമല്ലാത്ത കാര്യങ്ങളും ചെയ്യുന്നത് എപ്പോഴാണ്? ആരും കാണുന്നില്ലല്ലോ, ആരും കേൾക്കുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ്. എല്ലാവരും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന് വെച്ചാൽ സാധാരണ അങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് ഏർപ്പെടില്ല. പക്ഷേ
ഈശ്വരൻ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു, ഈശ്വരൻ എല്ലാം കാണുന്നു, ഈശ്വരൻ എല്ലാം കേൾക്കുന്നു എന്നുള്ള ബുദ്ധി നമ്മുടെ മനസ്സിൽ ഉറച്ചാൽ നമുക്ക് പിന്നീട് ഈ പറയുന്ന രീതിയിലുള്ള യാതൊരു അധാർമിക മാർഗത്തിലേക്കും പോകാനായിട്ട് സാധിക്കില്ല. അതാണ് ഭക്തിയുടെ ഏറ്റവും പരമോന്നത തലം എന്ന് പറയുന്നതും അത് തന്നെയാണ്. എല്ലായിടത്തും എല്ലാവരിലും ഈശ്വരനെ ദർശിക്കാൻ സാധിക്കുക. അതാണ് ഭക്തിയുടെ പരമോന്നതമായ തലം. അങ്ങനെ ദർശിക്കാൻ സാധിച്ചാൽ നമുക്ക് ചിത്തശുദ്ധി അതോടുകൂടി ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. നമ്മുടെ പ്രവൃത്തികൾ, ചിന്തയും വാക്കും എല്ലാം ശുദ്ധമായാൽ നമ്മുടെ മനസ്സ് ശുദ്ധമായി, ഇല്ലേ? അപ്പോ നമ്മളില് ആ ഭക്തിയുടെ ആ അധികമായ ആ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഈശ്വരന്റെ വിഭുത്വം നമ്മൾ മനസ്സിലാക്കിയാൽ, അത് നമുക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് നമ്മുടെ ഉള്ളിലേക്ക് ആ ബോധം ഉറയ്ക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഇനി നമ്മൾ ഇതൊക്കെ ശിവഭഗവാന്റെ വിശേഷണങ്ങളായിട്ട് പഠിക്കുമ്പം ഇതോടൊപ്പം നമ്മൾ ഒന്നുകൂടി കൂട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളെല്ലാം അവിടുത്തെ ഓട്ടോബയോഗ്രഫിയാണ്, അവിടുത്തെ ആത്മകഥയാണ്. അങ്ങനെയെങ്കിൽ ഗുരു ശങ്കരനല്ലേ? ശങ്കരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും മംഗളത്തെ, ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപൻ, തന്റെ മംഗളത്തെ, തന്റെ നന്മയെ മറ്റുള്ളവർക്കും കൂടി കൊടുക്കുന്നവനെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി തന്നോട് ചേർത്ത് പിടിച്ച് അവരുടെ സുഖത്തെയും കൂടി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവനെയാണ് ശങ്കരൻ എന്ന് വിളിക്കുന്നത്. തന്റെ നന്മയെ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്നു. അപ്പൊ മഹാഗുരു ചെയ്തതും അത് തന്നെയല്ലേ? താൻ അനുഭവിച്ച ആത്മസുഖം, താൻ അനുഭവിച്ച ആ തണ്ടാരിൽ വീണ് മധുകൊണ്ട് ആരമിക്കുന്ന വണ്ടായിട്ട് ആ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയില് ഇരിക്കാമായിരുന്ന മഹാഗുരു താഴേക്ക് ഇറങ്ങി വന്നു. എന്തിനു വേണ്ടിയാണ്? ഈ ലോകരെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഇല്ലേ? ഭഗവാൻ അത് നമുക്ക് സുബ്രഹ്മണ്യ കീർത്തനത്തില് നമുക്ക് സ്പഷ്ടമായിട്ട് ഷൺമുഖ ദശകത്തില് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് പറയുന്നത്? സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു, ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടി പെരുക്കി പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം, ദീനം പിടിച്ചോ മതിരെ കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. ഭഗവാൻ മരുത്വാമലയിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് കണ്ട കാഴ്ച ഭഗവാന്റെ മനസ്സിലുണ്ട്. എന്താണ്? ഇവിടെ സ്വന്തം സത്വബോധം നഷ്ടപ്പെട്ട്, താനും ഒരു മനുഷ്യനാണെന്നുള്ള ആ സത്വബോധം നഷ്ടപ്പെട്ട് ശവസമാനമായിരുന്ന ഒരു ജനതയെ കണ്ടിട്ടാണ് ഭഗവാൻ കയറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആത്മബോധത്തിലേക്ക് ഉണർത്തി, അവരെയും കൂടി, അവർക്കും കൂടി ആത്മസുഖം അനുഭവിക്കാനുള്ള സമയമായി. അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് ലഭിച്ച ആ ആത്മസാക്ഷാത്കാരത്തിലിരുന്ന് ആ മധു ഉണ്ട് രസിച്ച് അവിടെ തന്നെ ഇരിക്കുന്നത് പിന്നെ ആവട്ടെ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതാണ് കുമാരനാശാൻ പാടിയത്. ആയുസ്സും വപുസ്സും ആത്മതപസ്സും ബലി ചെയ്ത് ഭഗവാൻ എന്നാണ് ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചത്, അല്ലേ? അവിടുന്ന് നീണ്ട 5 വർഷക്കാലത്തെ തപസ്സിലൂടെ നേടിയ ആ ആത്മസുഖമാണ് അവിടുന്ന് മറ്റുള്ളവരുടെ ദൈന്യത, അവരിലും കൂടെ ആ സുഖത്തെ പ്രദാനം ചെയ്യും. താൻ അനുഭവിച്ച ആ സുഖം മറ്റുള്ളവർക്കും കൂടി കരഗതമാക്കണം. അതിന് അവരിലേക്ക് ആത്മബലത്തെ കൊടുത്തുകൊണ്ട് അവരെ കൂടി ഉണർത്തിക്കൊണ്ടുവരാൻ, അതിനുവേണ്ടിയാണ് ഭഗവാൻ ഇവിടെ ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ. ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതും വിദ്യാലയങ്ങൾ സ്ഥാപിച്ചതും അതുപോലെ കൃതികൾ രചിച്ചു തന്നതും എല്ലാം എന്തിനു വേണ്ടിയാണ്? ആ ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഇല്ലേ? ആ ജനത എന്ന് പറയണ്ട, നമ്മളെ എല്ലാം ഈ രീതിയിൽ വളർത്തിക്കൊണ്ടു വരുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ആ ഒരു ത്യാഗം സഹിച്ചത്. അതല്ലേ ശങ്കരൻ. അതുകൊണ്ടല്ലേ ഭഗവാനെ നമുക്ക് കലിയുഗ ശങ്കരൻ എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. ഭഗവാൻ കലിയുഗ ശങ്കരനാണ്. കാരണം എല്ലാവരുടെയും നന്മയെ, സകല ലോകത്തിന്റെയും നന്മയെ കാംക്ഷിച്ചുകൊണ്ടാണ്
ഭഗവാൻ തൻ്റെ ഈ ആത്മാ സുഖത്തെ വേണ്ടെന്ന് വെച്ചത്. അതാണ് ഭഗവാനുമായിട്ട് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ. അതുപോലെ തന്നെ അവിടുന്ന് വിഭുവാണ്. വിഭു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ആ അഖണ്ഡ സച്ചിദാനന്ദ രൂപമാണ്. നമ്മള് ഭഗവാന്റെ അഷ്ടോത്തര ശതനാമാവലി പറയുന്നുണ്ടല്ലോ, അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപൻ, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡമായ സച്ചിദാനന്ദ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ എവിടെയും സംഭവിക്കുന്ന കാര്യങ്ങൾ ഭഗവാന് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ എല്ലാവരിലും നടക്കുന്ന കാര്യങ്ങളും എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളും ഭഗവാന് മനസ്സിലാക്കാൻ അറിയാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണല്ലോ പണ്ട് ഭഗവാൻ സശരീരനായിരുന്ന കാലത്ത് തഞ്ചാവൂരില് ഒരിക്കല് തീപിടുത്തം ഉണ്ടായ സമയത്ത് ഭഗവാൻ അന്ന് രാജഭരണകാലമാണല്ലോ, അന്ന് രാജ്ഞിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു നേരത്തേന് മൗനിയായിട്ടിരിക്കുന്നു. അപ്പോ രാജ്ഞി ചോദിക്കുന്നുണ്ട്, നാം പറയുന്നതൊന്നും അവിടുന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, നാം ഇപ്പോൾ തഞ്ചാവൂര് വരെ പോയിരിക്കുകയായിരുന്നു. നാം അവിടെ എത്തിയില്ലായിരുന്നു എങ്കിൽ അവിടെ കുറെ ആളുകള് ആ തീയിൽ വെന്തു മരിക്കുമായിരുന്നു. അപ്പോ രാജ്ഞിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് സ്വാമി ഇത് പറയുന്നത്. അപ്പൊ രാജ്ഞിക്ക് വളരെ അത്ഭുതമായി. ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളല്ലേ, അപ്പൊ തഞ്ചാവൂര് പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? രാജ്ഞി ഉടനെ കുറച്ച് ചാരന്മാരെ പറഞ്ഞു വിട്ടു. ആരും അറിയാതെ നിങ്ങൾ പോയി തഞ്ചാവൂര് പോയി അന്വേഷിച്ചു വരണം, ഇത് സത്യമാണോ എന്ന് അന്വേഷിച്ചു വരണം. അപ്പൊ അങ്ങനെ അവര് പോയി അന്വേഷിച്ചു വന്നു. രാജ്ഞിക്ക് റിപ്പോർട്ട് കൊടുത്തു, എന്താണ്? സത്യമാണ്, അവിടെ ആ പ്രദേശത്തൊരു വലിയ തീപിടുത്തം ഉണ്ടായി. ഒത്തിരിയേറെ ആളുകൾ വെന്തു മരിക്കേണ്ടതായിരുന്നു. അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അറിയാത്ത വളരെ തേജസ്സോടു കൂടിയ ഒരാള് ഇവിടെ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. അല്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം വെന്തു മരിച്ചു പോകുമായിരുന്നു. ഭഗവാന്റെ ആ സർവവ്യാപകത്വമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഭഗവാന്റെ ആ വിഭുത്വമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ശിവഭഗവാനെ പറ്റിയുള്ള നാമാവലികളാണെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും മഹാഗുരുവുമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കണം. അപ്പോഴാണ് മഹാഗുരുവിൻ ഈ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. ഇനി അങ്ങനെയുള്ള ശിവഭഗവാനെ എന്നെ കാത്തുരക്ഷിക്കണമേ, ഭവസങ്കടനാശനെ എന്ന് പറഞ്ഞാൽ ഈ സംസാര ലോകത്തില് എനിക്കുണ്ടാകുന്ന ദുഃഖങ്ങളെ എല്ലാം അവിടുന്ന് നശിപ്പിച്ചിട്ട് എന്നെ രക്ഷിക്കണമേ എന്നാണ്. അപ്പൊ ആദ്യം നാമാവലികൾ കൊണ്ട് സ്തുതിച്ച് പ്രകീർത്തിച്ചതിന് ശേഷമാണ് അനുഗ്രഹം ചോദിക്കുന്നത്, അല്ലെ? ഭവസങ്കടനാശന പാഹി ശിവ, എന്നെ കാത്തുരക്ഷിച്ചാലും അല്ലയോ ശിവഭഗവാനെ. കവിസന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളെ. കവിസന്തതികളുടെ പരമ്പരകൾ തൊഴുന്ന ആ ഭവനാടകമാടുന്ന അല്ലയോ ഭഗവാനെ, നീ എന്നെ ഒന്ന് കാത്തുരക്ഷിക്കണമേ. കവിസന്തതികളുടെ പരമ്പരകൾ തൊഴുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ. കാരണം ഇവിടെ പറയുന്ന കവിസന്തതികൾ, കവി എന്ന് ഉദ്ദേശിക്കുന്നത് ഋഷിമാരെയാണ്. കവി എന്നുദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കവിതകൾ എഴുതുന്ന ഇന്നത്തെ ലോകത്തിലുള്ള കവികളെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ഋഷി പരമ്പരയാണ് ഉദ്ദേശിക്കുന്നത്. ഋഷിമാരെന്ന് പറഞ്ഞാൽ ആരാണ്? സത്യത്തെ കണ്ടറിഞ്ഞവരാണ്, സത്യത്തെ അവർ ദർശിച്ചവരാണ്, തങ്ങളുടെ ഉള്ളിൽ അകക്കണ്ണിൽ സത്യത്തെ ദർശിച്ചവരാണ്. അങ്ങനെയുള്ള ഋഷിമാരാകുന്ന കവികൾ അവര് ഈ സത്യത്തെ കണ്ടറിഞ്ഞവരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ആ നിത്യസത്യമായ ആ ശിവഭഗവാനെ നിരന്തരം തൊഴുതുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം വന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭവനാടകമാടുന്ന ശിവഭഗവാനെ, ഈ സംസാര ലീലകളാടുന്ന ശിവഭഗവാനെ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. അപ്പൊ ഇവിടെ ഈ വാക്കുകള് അർത്ഥമറിഞ്ഞ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിന് നമുക്ക് മറ്റൊരു പ്രയോജനം കൂടി ഉണ്ട്. അതിനുവേണ്ടിയാണ് ഈ സ്തുതികളില് ഈ ദേവതയുടെ അല്ലെങ്കിൽ ദേവന്റെ വിശേഷണങ്ങൾ അടങ്ങുന്ന പല പല വാക്കുകളും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. കാരണം അത് ഓരോ പ്രത്യേക അർത്ഥമുള്ള വാക്കുകളാണ്, അല്ലെ? അപ്പൊ നമ്മൾ ആ അർത്ഥം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചൊല്ലുമ്പോൾ
അതിലുള്ളടങ്ങിയിരിക്കുന്ന ആ അർത്ഥം നമ്മളിലേക്കും കൂടി സ്വാംശീകരിക്കപ്പെടും. കാരണം നമ്മുടെ മനസ്സില് നമ്മളത് ചിന്ത ചെയ്തുകൊണ്ട് ശർവ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടാവണം. എന്താണ്? ആവശ്യമില്ലാത്തതിനെയൊക്കെ നശിപ്പിച്ചു കളയുന്നവൻ എന്നുള്ള ചിന്തയുണ്ടാവും. ശരണ്യ എന്ന് പറയുമ്പോൾ അഭയം തരുന്നവൻ എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ചൊല്ലുമ്പോൾ ആ ഗുണങ്ങൾ നമ്മളിലേക്കും കൂടി സ്വാംശീകരിക്കപ്പെടും. യത് ഭാവേത് തത് ഭവതി എന്ന് പറയും. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതാകും എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കൃതികളുടെ അർത്ഥം അറിഞ്ഞ് നമ്മൾ ചൊല്ലുമ്പോ നമ്മളിലേക്കും കൂടി ആ ഗുണങ്ങൾ സ്വാംശീകരിക്കപ്പെടും. അതാണ് സ്തോത്ര കൃതികളുടെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ശ്ലോകം. പൊരുളെന്നും ഉടമ്പോടു മക്കളുയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം കരളീന്നു കളഞ്ഞു കരുങ്കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. എന്താണ്? പൊരുളെന്നും ഉടമ്പെന്നും മക്കളെന്നും ഉയിരെന്നും ഒക്കെയുള്ള അനർത്ഥകരമായ വസ്തുക്കളെ, അനർത്ഥകരമായ ചിന്തകളെ എൻ്റെ കരളീന്ന് കളഞ്ഞ്, എൻ്റെ മനസ്സിന്ന് കളഞ്ഞിട്ട് ആ കരുങ്കടൽ, ദുഃഖക്കടലിൽ പെട്ട് പുരളാതെ നീ എന്നെ ഒന്ന് പൊതിഞ്ഞു പിടിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഈ ലോകത്തില് ജീവിക്കുന്നത് എൻ്റെ സ്വന്തക്കാരുടെയും ബന്ധുജനങ്ങളുടെയും അതുപോലെ തന്നെ ഈ പ്രാപഞ്ചിക വിഷയങ്ങളുടെയും എല്ലാം നടുക്കാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ കൈലാസത്തിലൊന്നും പോയി തപസ്സിരിക്കുകയല്ല. ഞാനിവിടെ ഈ ലോകത്തില് വിവിധ ലോക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? പൊരുളെന്നും, പൊരുളെന്ന് പറഞ്ഞാൽ സമ്പത്ത്, പൊരുളെന്നും പിന്നെന്താണ്? ഉടമ്പെന്നും, ഉടമ്പെന്ന് പറഞ്ഞാല് ശരീരം, അതുപോലെ മക്കൾ, സമ്പത്തെന്നും ശരീരമെന്നും മക്കളെന്നും ഐശ്വര്യമെന്നും ആയുസ്സെന്നും ഒക്കെയുള്ള നിരവധി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ, ഇതൊന്നും ശാശ്വതമായ കാര്യങ്ങളല്ല എന്ന് എനിക്കറിയാം. ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ല. സത്യമാണെങ്കിൽ അതിനൊരിക്കലും നാശമില്ല. ഇതെല്ലാം നശിച്ചു പോകുന്നതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതിനോടല്ല ഞാൻ മമതാബന്ധം പുലർത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഞാൻ അവസാനം ഈ ദുഃഖക്കടലിൽ പെട്ടുപോകും. അതുകൊണ്ട് ഭഗവാനെ, ഞാൻ ഇങ്ങനെ ഇവിടെ ജീവിക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണമേ. എന്താണ്? നീ എന്നെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചേക്കണമേ. എന്നെ ആകവേ നീ ഒന്ന് പൊതിഞ്ഞു പിടിക്കണമേ. കാരണം എന്താണ്? ഇവിടെ കടലെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? കരുങ്കടലാണ്, ദുഃഖക്കടലാണ്. അപ്പോൾ ആ കടലിൽ കിടക്കുമ്പോൾ ആ കടലിലെ വെള്ളം എന്നെ ഒരു അല്പം പോലും സ്പർശിക്കരുത്. അതിലെ വെള്ളം എന്താണ്? എനിക്ക് മറ്റുള്ളവരോടുള്ള ആ മമതാബന്ധവും എൻ്റെ അജ്ഞാനവും ഒക്കെയാണ് കടലിലെ വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്നെ അല്പം പോലും സ്പർശിക്കരുത്. സ്പർശിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഞാൻ വീണ്ടും ആ മമതാബന്ധത്തിലും അജ്ഞാനവും ഒക്കെ ആകുന്ന ആ പടുകുഴിയിൽ ഞാൻ വീണുപോകും. പിന്നെ എനിക്ക് രക്ഷയില്ല. അതുകൊണ്ട് ഭഗവാനെ, നീ എന്നെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചേക്കണമേ. എങ്കിൽ മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നീ ഒരു രക്ഷാ കവചമായിട്ട് എന്നെ പൊതിഞ്ഞു പിടിക്കണം. കാരണം ഞാന് അജ്ഞാനവും മമതാബന്ധവും ഒക്കെ കാരണം ഈ ദുഃഖമാകുന്ന കരിങ്കടലിൽ വീണു പോകാതിരിക്കണമെങ്കിൽ എനിക്ക് നിന്റെ രക്ഷാകവചം കൂടിയേ തീരൂ, അല്ലാതെ സാധിക്കില്ല. അതുകൊണ്ട് നീ എന്നെ പൊതിഞ്ഞ് പിടിക്കണമേ എന്നാണ് ഭഗവത്ഗീത